ഗൈസ് ഇപ്പം സമയം 6 മണിയായി. അപ്പോൾ നമ്മൾ 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചത്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ എന്താ പറയുക, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തിറങ്ങി പിന്നെ റൂമൊക്കെ ഷെയർ ചെയ്ത് വെക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി രസമായിരുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. സൈക്കിൾ ഓടിക്കുന്ന ആൾക്കുണ്ടോ? ഞാനിങ്ങനെ സൈക്കിൾ ഓടിക്കൽ കാലത്ത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പറ്റിയതെന്ന്. പക്ഷെ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇവിടെ എത്തുന്ന ഒരു അക്ടിവിറ്റി പോലെ തന്നെ ഉണ്ടായിരുന്നു. പൊട്ടൻ റോഡാന്നല്ല, ഇപ്പം നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ പോകുന്ന നമ്മള് കയറിക്കഴിഞ്ഞാൽ നല്ല റോഡായിരിക്കും. 4 വരി അടിപൊളി റോഡ്. അപ്പോൾ കാലത്ത് മുതൽ ഒന്നും കഴിച്ചിട്ട് ഒരു ചായയും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെല്ലാവരും വണ്ടി നമ്മൾ നോക്കുന്നത്. വേറെ ഇന്നലെ മഴക്കെല്ലാം വന്നുകൊണ്ട് നിറയെ ഫുൾ ചളിയെല്ലാം നിറച്ച് എന്താ പറയുക കച്ചറയായിട്ടുണ്ട്. ഇന്നലെ നല്ല മഴയാണെങ്കിൽ ഇന്ന് കാലാവസ്ഥ മാറി നല്ല അടിപൊളി വെയിലാണ്. ഇനി ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോളോയിലേക്കാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഫ്ലാഗ് ഓഫ്. അത് കഴിഞ്ഞിട്ടാണ് ടോണിക്കോ കഫേയിലേക്ക് പോകുന്നത്. ടോണിക്കോ കഫേ എന്ന് പറയുന്നത് ചാലക്കുടിയിലാണ്. ഇവിടുന്ന് ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ട് ചാലക്കുടിയിലേക്ക്, ഈ ടോണിക്കോ കഫേയിലേക്ക്. അപ്പോൾ അവിടെയാണ് നമ്മളെ മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 മണിയാകുമ്പോൾ കഴിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 1 മണിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും. പക്ഷേ 1 മണിക്കാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നേരെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മൾ നാട് പിടിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, എന്തായാലും ഒരു പ്രോഗ്രാമല്ലേ, ടൈം ഇപ്പം 3 മണി 4 മണിയെല്ലാം ആണെങ്കിൽ എന്തെങ്കിലും കാലിക്കറ്റൊക്കെ തങ്ങിയിട്ട് അങ്ങനെ പോവുള്ളൂ. നമ്മൾ അപ്പോളോയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് റൈഡേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ റൈഡേഴ്സായി. നമ്മളവിടുന്ന് വന്നപ്പോൾ ആകെ 4 ആളെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പിന്നെ ഒരുപാട് റൈഡേഴ്സായി. അപ്പം ഏകദേശം ഒരു പിന്നെ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഫംഗ്ഷൻ പിന്നെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്നാണ് ഫ്ലാഗ് ഓഫ് എടുത്ത് നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ജാക്കറ്റെല്ലാം അയച്ചത് ടീഷർട്ട് ഇട്ട് ഇനിയിപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നാണ് പറഞ്ഞത്. ഹായ്. ഇതങ്ങനെ നമ്മൾ അപ്പോളോൻ്റെ അടുത്ത് നിന്ന് റൈഡ് ചെയ്ത് ഏകദേശം 6 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ടോണിക്കോ കഫേയിലെത്തി. അപ്പോൾ ഇവിടെ പിന്നെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള റൈഡേഴ്സ് മൊത്തമുണ്ട്.
പക്ഷേ CRFിലെ മൊത്തം റൈഡേഴ്സൊന്നും ഇല്ല കേട്ടോ. CRFിലെ മൊത്തം റൈഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പാർക്കിംഗ് കിട്ടില്ല, അത്രയും വണ്ടികളായിരിക്കും. നമ്മളിവിടുന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മളിവിടെ ഒരു കൊച്ചു കുട്ടി വന്നിട്ടുണ്ട്. നല്ല മിടുക്കിയാണ്, അടിപൊളിയിൽ റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പരിചയപ്പെടാവില്ല. ഹായ് മോളു. ഹായ്, എൻ്റെ പേര് പറ. ഫാത്തിമ. നഷ്വ. നാടെവിടെ? ആലുവ. ഓക്കെ. കുറേ ആയോ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറേ ദിവസമായി. CRFിൽ ജോയിൻ ചെയ്തിട്ട് കുറേ ആയോ? CRFിൽ ജോയിൻ ചെയ്തിട്ട് കുറേ ആയോ? എത്രയും? കുറേ ദിവസമായി. എത്രയല്ല പഠിക്കുന്നത്? സെക്കൻഡിൽ. ഇഷ്ടമാണ് റൈഡ് ചെയ്യാൻ? ബെസ്റ്റ് റൈഡേഴ്സിനും ഗസ്റ്റിനൊക്കെ കൊടുക്കുന്ന ട്രോഫി ഇത് ഇവിടെ റെഡിയാണ്. ഇന്നത്തെ നമ്മളെ ഇവൻറ്റിൻ്റെ സ്പോൺസേഴ്സ് അപ്പോളോ ടയറും ബെനലിയും പിന്നെ TRM ആണ്. ഇന്നത്തെ നമ്മൾ ഈ ഇവൻറ്റിന് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. മിക്കവരും ഇൻഫ്ലുവൻസർ തന്നെയാണ്. മുർഷിദ് ബാൻഡിഡോസ്, മല്ലു എക്സ്പ്ലോറർ, ക്ലച്ച്ലെസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റൺ മാസ്റ്റർ പ്രശാന്ത് സർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരു 4 years ആയി വുമൺ ഓഫ് വീൽസ് തുടങ്ങിയിട്ട്. വുമൺ ഓഫ് വീൽസ് തുടങ്ങിയ സ്ഥലം എവിടെയാണെന്നറിയോ? ഇവിടെ തന്നെയാ, ഈ ടോണിക്കോ കഫേയിൽ തന്നെയാണ് വുമൺ ഓഫ് വീൽസിന്റെ സ്റ്റാർട്ടിങ്ങിനുള്ള ആദ്യത്തെ ഒരു മീറ്റിംഗ് നടന്നത് ഈ ടോണിക്കോ കഫേയിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ മീറ്റപ്പ് വെച്ചത്. 4 വർഷത്തിന്റെ മെമ്മറിയാണ് നമുക്ക്. ഇത് എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ രജിസ്റ്റേർഡ് ക്ലബ്ബാണ്. കേരളത്തിൽ നിന്നൊട്ടാകെ, ഇന്ത്യയിൽ നിന്നൊട്ടാകെ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് വരെ നമുക്ക് CRFിൽ റൈഡേഴ്സ് വന്നു. കേരളത്തിലെ 40 ഇടുക്കി ഒഴിച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് നമ്മുടെ ടീമുണ്ട്. ഭയങ്കര പവർഫുൾ റൈഡേഴ്സ് ഉണ്ട്. CRFിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് മന്ത്സിനുള്ളിൽ നടന്നതാണ്. ആദ്യം വെറുതെ ഒരു 4-5 റൈഡേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നതൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട് ഇവിടെ എത്താൻ. ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അതിനൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മുടെ വുമൻസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമുള്ള എല്ലാം നമുക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാം. നമ്മള് ട്രാവലിംഗ് മാത്രമാണോ? അല്ലല്ലോ, നമ്മള് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം പൈസ തന്നെയാണ് കൊടുക്കണത്. പിന്നെ സർക്യൂട്ട് റേസ്, മഡ് റേസ്, സ്റ്റണ്ട് റേസ്, ഇതിനെല്ലാത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ട്രാവൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൈഡിങ് ഗ്രൂപ്പോ മാത്രമല്ല, ഇത്രയും ഒരു വൻ സപ്പോർട്ടാണ് ഇതിന്റെ പിന്നിലുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് CRFിന്റെ എല്ലാ ബെനിഫിറ്റ്സിനെ കുറിച്ചും അവെയർ ആണ് എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഇതിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. ഇനി നമുക്ക് വെൽക്കം ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് തുടങ്ങാൻ ലേറ്റ് ആയെങ്കിലും കൃത്യസമയത്ത് തന്നെ അവസാനിച്ചു. 1:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇവിടുന്ന് പോവാണ്. പിന്നെ എന്താ പറയുക, കോഴിക്കോട് ടീം കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ അതുപോലെ തന്നെ ലുലു മോളിലൊക്കെ കയറാമെന്ന് പറയാം. പക്ഷെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ ലീവ് ചെയ്യാന്ന്. കാരണം വെച്ചാൽ
പിന്നെ എന്താ പറയുക വീട്ടിലെത്താൻ വേണ്ടി പിന്നെ ലേറ്റ് ആവും. ഇപ്പോഴേ വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരത്തെ എത്താമല്ലോ. 1.5 വെയിലാണ്, പോകാൻ മടി വരുന്നത്. എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ട് പോകാമെന്ന് പറയാം. പക്ഷേ ഞാൻ പറയാം ഏതായാലും ഇറങ്ങാം. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കണ്ണൂർ എത്താൻ പറ്റുമോ ഒന്നും അറിയില്ല. ഏതായാലും നമ്മൾ ഇവിടുന്ന് പുറപ്പെടാണ്. എത്ര വരെ എത്തും അത്ര വരെ റൈഡ് ചെയ്തിട്ട് അവിടെ ഹാൾട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. പോകാം അങ്ങനെടുത്ത്. വൈഷ്ണവൻ നേരത്തെ സ്പിഡായി പോയി, അതുകൊണ്ട് ഇപ്പം ഭയങ്കര സ്ലോലിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കോഴിക്കോട് കക്കാട് പോകുന്ന സ്ഥലത്തെത്തി. ഏതായാലും ചായ കുടിക്കാൻ വെച്ചിട്ട് കയറിയതാണ്. ഇവിടെ ബാക്കി നമ്മളെ റൈഡേഴ്സൊക്കെ ഉണ്ട്. പിന്നെ റെയിൽവേഷൻ ഇപ്പം കുറച്ച് സമയം കൂടി നമ്മളിവിടെ ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ഫിയാൻസിൻ്റെ കൂടെ ഇവിടെ നമ്മൾ പോകും. നമ്മളെ ആക്ഷൻ ക്യാമറിൻ്റെ ചാർജ് മൊത്തം കയറുന്ന വെറുതെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജ് തീരാനായിട്ട് 50% ഉള്ളൂ അല്ലേ. മൊത്തം തീർന്ന് ഇനിയിപ്പോൾ ആകെ കാലിക്കറ്റേക്ക് ഇവിടുന്ന് 45 കിലോമീറ്റർ കാണും, 40 കിലോമീറ്റർ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും റൂം നോക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടില്ല. ഇപ്പം ഓഫീസ് പറഞ്ഞ് വേറെ റൂമിൽ നോക്കണം. നമ്മളിവിടെ താമസിച്ച് നോക്കി അവളെ വീട്ടിലൊക്കെ വന്ന് ഇനി ഇവിടെ ചായ കുടിച്ചിട്ട് നേരെ അവിടെ വീട്ടിൽ പോയിട്ട് കാണാത്ത. അതിനതുപോലെ തന്നെ റെക്കോർഡിങ്ങനെ ഉണ്ടാവില്ല. കാരണം അവിടെ വീട്ടിലേക്കുള്ള ലൊക്കേഷനൊക്കെ ഇടണമെങ്കിൽ മൊബൈൽ തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. നമ്മൾ രണ്ടാളും അവിടെ എന്ന് പറഞ്ഞ റോഡിൽ ഇങ്ങനെ വെക്കേണ്ടി വരും. ബ്ലോക്കായിട്ട് പാവം നമ്മളെ വൈഷ്ണവി കുട്ടി ഇപ്പം എത്തുന്നതേ ഉള്ളൂ. നമ്മൾ രണ്ടാളും എത്തിയിട്ട് 1/2 മണിക്കൂറായി. ഹൈലൈറ്റ് മാളെത്തുമ്പോഴേക്ക് 1.5 ബ്ലോക്കാണ്, ഒന്നും പറയണ്ട. അപ്പോൾ ഓഫീസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സൺഡേസിൽ എപ്പോഴും തന്നെയാണ് അവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഇന്നായിട്ട് നല്ല അവളപ്പം മറന്നുപോയി പോലും, അല്ലെങ്കിൽ വേറെ റൂട്ടിലേ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുണ്ട്. നല്ല 1.5 ബ്ലോക്കിൽ പോയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഏകദേശം 1/2 മണിക്കൂറായി ആ ബ്ലോക്കിൽ പോയിട്ട്. ഞങ്ങൾ പിന്നെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി വന്ന് പാവം വൈഷ്ണവി നല്ല വിടലാവട്ടത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നിർത്തിയത് ഫ്രൂട്ട് ബാൻഡ് അടുത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ വരുമ്പോഴേ അച്ഛനും ചൂടാക്കിയതാണ്. എന്തായാലും നമ്മൾ ഫ്രൂട്ട് ബാൻഡ് പിന്നെ ഐസ്ക്രീം കുടിച്ചിട്ട് വരുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ സൗണ്ടൊക്കെ പോയിട്ടിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട് ബാൻഡായിട്ട് പിന്നെ ഒരു ദിവസം വരാനൊന്നുമില്ലല്ലോ. ഇവിടെ എത്തിയ സ്ഥിതിക്ക് എന്താ പുൾമി ടൗണ എന്താ ഒരു പേരുണ്ട്, പുൾമി അപ്പാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ആവട്ടെ, കയറിയിട്ട് നോക്കട്ടെ. ഗൈസ്, നമ്മൾ ഫുഡ് ബേലെത്തിയപ്പോൾ പറയാനുണ്ടല്ലോ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ച് ആകെ ചാർജ് ഉണ്ടെങ്കിലല്ലാതെ 2% ആണ് ചാർജ് ചെയ്യാൻ വെച്ച്. ഇപ്പോൾ കുറച്ച് ചാർജ് ചെയ്തവാടാണ് എടുത്ത് സംസാരിക്കുന്നത്. പിന്നെ അതായി പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യം ഈ ബ്ലോക്കിലേക്കൊന്നും പോകാൻ കഴിയില്ല. ഉള്ള ആ ഒരു സൈഡിലാണ്, ഹൈലൈറ്റ് മാളിൻ്റെ സൈഡിലാണ് പിന്നെ കാലിക്കറ്റിൽ ഒരുപാട് ഫ്രണ്ടൊക്കെ ഉള്ളത്. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ പോകാനാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ബ്ലോക്ക് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും മതിയായി. ഇവിടെ തന്നെ എല്ലാം കഴിക്കാനൊക്കെ. പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഓഫീസിൻ്റെ വീട്ടിലാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ ആൺകുട്ടീൻ്റെ പേരെന്നല്ല. ഇന്നലെ ഇവിടെ എൻ്റെ പെണ്ണുമ്മ കൂടി ഉണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഇവിടെ പിന്നെ ബ്ലോഗിൽ കാണിക്കാൻ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ എന്നെ കാണാൻ എൻ്റെ കൂടിയുണ്ട് എന്ന് നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക ശൈലി മാറി നിന്നതാണ്. അമ്മ എന്നെ പറഞ്ഞത് ഇന്ന് കാണിക്കാം. ഇതാണ് ഓഫീസ്. വേണ്ട പേര് കേട്ടാൽ ഞങ്ങൾക്ക് ആൺകുട്ടിയാണ്. ഇല്ല ഇല്ല, എന്തുണ്ട് ടേസ്റ്റ് ഉണ്ട് ഓഫീസർ? അങ്ങനെ നമ്മൾ ഐസ്ക്രീം തിരിച്ചാലും കഴിഞ്ഞ് സൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഉള്ളതും പോയി.
കരയാനായി. അപ്പോൾ നേരത്തെ ഷുറു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ ഈ സൗണ്ട് ഇല്ലാത്ത സമയത്ത് ഇതേപോലെ കഴിക്കാൻ പോയത്. ആഗ്രഹം വെച്ചിട്ട് കണ്ണൂർ വരെ എന്തിനാ പോകുന്നത്? ആഗ്രഹം തീർക്കാം. സൗണ്ട് പോയാൽ 2 ദിവസം കഴിയുമ്പോൾ സൗണ്ട് വരും. ഓക്കെ, അപ്പം എൻ്റെ പരിപാടി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നേരെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് വേണം വന്നിട്ട് ഫ്രഷായിട്ട് കിടന്നങ്ങ് ഉറങ്ങണം. കാലത്ത് വീണ്ടും റൈഡ് ചെയ്യേണ്ടതാണ് കണ്ണൂരിലേക്ക്. ഞാനും വൈഷ്ണവിയും മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.